ഇത് കാണാൻ മധുവിൻ്റെ സ്റ്റൈലാണെങ്കിലും മന്തിയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കുക്കറിൽ ബീഫ് മന്തി ട്രൈ ചെയ്ത് നോക്കണേ. ടേസ്റ്റൊക്കെ മന്തീൻ്റെ ആണെങ്കിലും ലുക്ക് വൈസ് നോക്കുമ്പോൾ മധു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കുക, 1/2 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി. ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് കുരുമുളക്, മല്ലി, നല്ല ജീരകം, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പൊടിച്ച് വെച്ച പൊടിയിലേക്ക് ഓയിൽ, ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റെങ്കിലും വെക്കാം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുക്കർ എടുത്തിട്ട് ആ ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറേ വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് 5-8 വിസിലടുപ്പിക്കുക. ബീഫ് ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതിൽ കാണുന്ന സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ആയിട്ട് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് അത്യാവശ്യം നല്ലോണം വഴണ്ട് കിട്ടണം. അതിലേക്ക് 2-3 വെളുത്തുള്ളി, 3-4 പച്ചമുളക് ഇതൊക്കെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഉപ്പിട്ടിട്ടില്ല, അതിന് പകരം ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അരി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിനും അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അരിക്കനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്ന കണക്കിൽ. ഈ വെള്ളം ബീഫിൻ്റെ സ്റ്റോക്കാണ്, അതാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണേ. ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക. തുറന്നു വന്നപ്പോൾ തന്നെ മധുത്താണെന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. അതൊന്ന് പൊഹിച്ചെടുക്കുക. പൊഹിക്കുന്നത് ഓപ്ഷണലാണ്, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അത് കഴിഞ്ഞ് സംഭവം സെറ്റായിക്കണം. മധുത്തിൻ്റെ സ്റ്റൈലാണെങ്കിലും മന്തിൻ്റെ ടേസ്റ്റ് ആട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്.